ഈ ലിസ്റ്റിലുള്ള ഡോഗ് ബ്രീഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒരാൾക്ക് ഏറ്റുമുട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഡോഗ് ബ്രീഡ്സിനോട് ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തിയിരിക്കും. ഈ ഡോഗ്സിന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് മാത്രമേ നിങ്ങളുടെ രോമത്തിലെങ്കിലും ഒരാൾക്ക് തൊടാൻ പറ്റുള്ളൂ. സ്വന്തം ജീവൻ കളഞ്ഞു വരെ തന്റെ യജമാനെ രക്ഷിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. കൂടാണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഹീറോ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് ഏതാന്ന് താഴെ കമന്റ് ചെയ്യുക. ആദ്യം നമ്മളുടെ ലിസ്റ്റിൽ വരുന്ന ഡോഗ് ബ്രീഡാണ് ഡോബർമാൻ. തൻ്റെ ഓണറിൻ്റെയും ഫാമിലിയുടെയും കൂടെ ആയിരിക്കുമ്പോൾ എപ്പോഴും വളരെ അലേർട്ട് ആയിരിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഡോബർമാൻ. വളരെ അലേർട്ട് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ തൻ്റെ ഓണർക്കെതിരെ അല്ലെങ്കിൽ ഫാമിലിക്കെതിരെ ഒരു ചെറിയ ഒരു ത്രെട്ടെങ്കിലും, അതായത് ഒരു ഡോഗ്സ് ആണെങ്കിലും മനുഷ്യരാണെങ്കിലും തൻ്റെ ഓണർക്കെതിരെ ആണ് വരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഒരു ഡോബർമാൻ കൂടെയുള്ളപ്പോൾ അതിൻ്റെ ഓണറിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതും ഡോബർമാൻ്റെ വായിൽ കൈയിട്ടിട്ട് കടി വാങ്ങുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ഡോഗ് ബ്രീഡാണ് റോട്ട്വീലർ. തൻ്റെ ഓണറിനോടും ഫാമിലിനോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു ഡോഗ് ബ്രീഡാണ് റോട്ട്വീലർ. തൻ്റെ ഓണർ ഇപ്പോൾ വായിൽ കൈയിട്ട് കുത്തിക്കഴിഞ്ഞാൽ പോലും ഒന്നും ചെയ്യാത്ത ഒരു ഡോഗ് ബ്രീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡോബർമാനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രക്ക് അലേർട്ടൊന്നും അല്ലാത്ത ഒരു ഡോഗ് ബ്രീഡാണ് റോട്ട്വീലർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും റോട്ട്വീലറിൻ്റെ ഓണറെ അതിൻ്റെ മുമ്പിലിട്ട് നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ICUയിൽ ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓണറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ സ്വന്തം ജീവൻ പോലും വില വയ്ക്കാതെ ഓണറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡാണ് റോട്ട്വീലർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അടുത്ത നമ്മളുടെ ലിസ്റ്റിൽ വരുന്ന ഡോഗ് ബ്രീഡാണ് കനേക്കോസോ. 3 ബോഡി ഗാർഡിന് തുല്യമാണ് ഒരു കനേക്കോസോ എന്നാണ് പറയപ്പെടുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന കരിമ്പുലിയുടെ ലുക്കാണ് ഇവർക്കുള്ളത്. സ്വഭാവവും ഏകദേശം അതുപോലെയൊക്കെ തന്നെ, ഒന്നിനെയും പേടിയില്ല എന്ന് തന്നെ പറയാം. പണ്ട് റോമാക്കാർ യുദ്ധത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ഡോഗ് ബ്രീഡാണ് ഇവർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാനും കൊല്ലാനൊന്നും വലിയ മടിയില്ലാത്ത ഒരു നായ് വിഭാഗം എന്ന് നമുക്ക് പറയാം. അടുത്ത നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. പോലീസ്, ആർമി എന്നീ ഫോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ് ഇവർ. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഡോഗായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇവരുടെ തികഞ്ഞ പക്വതയാണ് ഒരു പ്രൊട്ടക്ഷൻ ഡോഗായിട്ട് അധികം ആൾക്കാരും ജർമ്മൻ ഷെപ്പേർഡിനെ ചൂസ് ചെയ്യാനുള്ള കാര്യം. മറ്റുള്ള ഡോഗ്സിനെ പോലെ ഒരാവശ്യവും ഇല്ലാണ്ട് ആരെയും അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. എപ്പോഴും പൂർണ്ണമായിട്ടും തൻ്റെ യജമാന്റെ കൺട്രോളിൽ തന്നെയായിരിക്കും ഈ ഒരു ഡോഗ് ബ്രീഡ്. അതൊരു അറ്റാക്കിംഗ് ടൈം ആണെങ്കിലും അല്ലാത്ത ടൈം ആണെങ്കിലും തൻ്റെ യജമാന്റെ കമാൻഡ് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഇവരെ ബാക്കിയുള്ള ഡോഗ്സിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ഡോഗ് ബ്രീഡാണ് ബെൽജിയം മെലനോയ്സ്. ജർമ്മൻ ഷെപ്പേർഡിന്റെ അതേ ഗുണങ്ങളും അതിൻ്റെ കൂടെ തന്നെ അത്ലറ്റിക് ആയിട്ടുള്ള ഒരു ബോഡിയും കൂടി ആയിട്ടാണ് ബെൽജിയം മെലനോയ്സ് വരുന്നത്. വളരെയധികം പ്രൊട്ടക്റ്റീവ് മെന്റാലിറ്റി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഇവർ. അതുകൊണ്ട് തന്നെ ആർമിയിൽ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ്. തികച്ചും പേടിയില്ലാത്ത ഒരു ഡോഗ് ബ്രീഡ് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ബെൽജിയം മെലനോയ്സ്. തൻ്റെ മരണമാണ് മുന്നിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ട് തന്നെ പോവുക, അല്ലെങ്കിൽ തൻ്റെ ഓണറിൻ്റെ കമൻ്റ് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ബാക്കി എല്ലാ ഡോഗ്സിൽ നിന്നും ബെൽജിയം മെലനോയ്സിനെ വ്യത്യസ്തമായ ഒരു ഡോഗ് ബ്രീഡായി തന്നെ മാറ്റുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. ഈ ബാക്കി എല്ലാ ഡോഗ്സിനെ വെച്ച് നോക്കുമ്പോഴും ശരീര വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ധൈര്യത്തിലും ധീരതയിലും ഇവരോട് തന്നെ ഒത്തു നിൽക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. തൻ്റെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമുള്ള പാമ്പുകളോട് പോലും മല്ലടിച്ച് മരണപ്പെട്ട ഡാഷ് ഹണ്ടിന്റെ ന്യൂസ് നമ്മൾ പത്രത്തിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ളത്. കൂടാതെ ശരീര വലുപ്പത്തിൽ ചെറുതാണെങ്കിലും വളരെ മികച്ച ഒരു ഗാർഡിങ് എബിലിറ്റി കൂടി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. ഇവയെല്ലാമാണ് സ്വന്തം ജീവൻ കളഞ്ഞു പോലും തൻ്റെ യജമാനെ സംരക്ഷിക്കുമെന്ന് പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിച്ചിട്ടുള്ള നായിനങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഗ് ബ്രീഡ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാണ്ട് ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ഡോഗ് ബ്രീഡ് ഉണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ഹാവ് എ നൈസ് ഡേ.